ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലെ വന്ദേമാതരം ആലാപത്തെ ചൊല്ലി BJPയും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. ദേശീയ ഗീതാലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് BJP. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ ഡൽഹി പോലീസിലും കർണാടകയിലും BJP നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിയ കോൺഗ്രസ് BJP വിഷയം അനാവശ്യമായി വിവാദമാക്കുന്നുവെന്നാണ് വിശദീകരിക്കുന്നത്. ഇതാണ് ഇത്തരത്തിൽ വലിയ നീക്കങ്ങൾക്ക് ഇടവയ്ക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭ പരിപാടികളാണ് BJP ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്യുന്നത്. കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, സോണിയാഗാന്ധിയും കോൺഗ്രസും മാപ്പ് പറയണം, ഈ ആവശ്യം BJP ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇതിന് കോൺഗ്രസിന്റെ മറുപടി ഇത് അനാവശ്യ വിവാദമാണ് എന്നതാണ്. എന്താണ് BJPയുടെ നീക്കം? ഒപ്പം കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുന്നു? സജിത്തെ, ഇതിനെ വളരെ കൃത്യമായി തന്നെ BJP ആയുധമാക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ കൊടുത്ത സംസ്ഥാനങ്ങൾ, ചില സംസ്ഥാനങ്ങളാണെങ്കിൽ അതുകൂടെ മാത്രമല്ല, ബാംഗ്ലൂരിൽ നിന്നും ഒറീസയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി BJP നേതാക്കൾ ഇവർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വന്ദേമാതരത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയുടെ ആധാരം. വന്ദേമാതര ഗാനം രണ്ട് സ്റ്റാൻസാണ്. കോൺഗ്രസിൻ്റെ നിലപാട് രണ്ട് സ്റ്റാൻസ് മാത്രം ചെല്ലുക എന്നുള്ള, ആദ്യ രണ്ട് ചരണങ്ങൾ ചെല്ലുക എന്നുള്ളതാണ്. അതിന് പകരം AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അതിനുശേഷമുള്ള വരികളുമൊക്കെ ചൊല്ലി. ഈ സമയത്ത് അത് നിർത്താൻ സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം നൽകിയിരുന്നു. അതിനെ തുടർന്ന് പക്ഷേ ഗാനം പാടിക്കൊണ്ടിരുന്നവർ അത് നിർത്തിയില്ല, അത് പൂർണ്ണമായും പാടുകയായിരുന്നു. അപ്പോൾ ഇതിനെ അപമാനിക്കാൻ വേണ്ടി, ദേശീയ ഗീതത്തെ അപമാനിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കമുണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജയറാം രമേശ് പറഞ്ഞത്, മല്ലികാർജ്ജുൻ ഖാർഗെ പ്രായം അധികമുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇരിക്കാൻ കസേര കൊണ്ടുവരൂ എന്നുള്ള ആംഗ്യമാണ് കാണിച്ചത് എന്നാണ്, അങ്ങനെയാണ് സോണിയാഗാന്ധി കാണിച്ചതെന്നൊരു ന്യായീകരണം നൽകിയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അങ്ങനെ അല്ല എന്ന്. പക്ഷേ ഏതെങ്കിലും ഒരു ആംഗ്യത്തിന് അതിന് ഇന്നാണ് ഉർത്ഥമാക്കുന്നത് എന്നുള്ള പ്രത്യേകിച്ച് ഒരു വിശദീകരണമൊന്നുമില്ല. അതൊക്കെ നിയമത്തിന് മുന്നിലേക്ക് പോകേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഇതിനെ രാഷ്ട്രീയമായി BJP അതിശക്തമായി തന്നെ ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസും ഇതിനെ തിരിച്ചു പ്രതിരോധിക്കുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നത്, ആരാണ് വന്ദേമാതര ഗാനത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്നത്? അത് ഈ നിങ്ങളുടെ പാർട്ടികളിലെ, നിങ്ങളുടെ RSSന്റെ ആസ്ഥാനത്ത് എന്നു മുതലാണ് ദേശീയ പതാക ഉയർത്താൻ തുടങ്ങുന്നത്? ദീർഘകാലത്തോളം ദേശീയ പതാക ഉയർത്താത്ത RSSന്റെ ആസ്ഥാനത്ത് ദേശീയ പതാക കയറ്റിയിട്ട് വളരെ കുറഞ്ഞ കാലമല്ലേ ആയുള്ളൂ. അംബേദ്കറെ പോലെ ഒരു നേതാവിനെ അപമാനിച്ച് എതിർത്തവരല്ലേ നിങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ചരിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്നത്. എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അബദ്ധവും വലിയ നാണക്കേടും തന്നെയാണ്. ഈ അബദ്ധവും നാണക്കേടും മറികടക്കാൻ ഇപ്പോൾ അതിനെ പരമാവധി ഉപയോഗിക്കാൻ BJP നിയമ വഴികൾ കൂടി ചേർന്നുകൊണ്ട് വിഷയം സജീവമാക്കി നിർത്തുമ്പോൾ, വന്ദേമാതരത്തെ അപമാനിച്ചു എന്ന തരത്തിലേക്ക് BJP അതിനെ മാറ്റുമ്പോൾ, ചരിത്രം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് RSSനെയും അല്ലെങ്കിൽ BJPയെ നേരിടാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും വന്ദേമാതര വിവാദത്തിൽ AICC ആസ്ഥാനത്ത് നടന്ന ആ സംഭവത്തിൽ BJPക്ക് ഒരു രാഷ്ട്രീയ ആയുധമുണ്ട്, അതിനെ പ്രതിരോധിക്കുന്നു കോൺഗ്രസ് എന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.